വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിംഗ് കൗണ്ടർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ്. അതായത് 7474 IC യൂസ് ചെയ്തിട്ടുള്ള റിംഗ് കൗണ്ടറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 7474ൻ്റെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ കാണാൻ പറ്റും. ഹാഫ് 7474 എന്നാണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും എഴുതിയിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേർന്നാണ് ഒരു IC ഉണ്ടാവുക. സോ ടോട്ടൽ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതായത് നമുക്ക് 2 IC ആണ് യൂസ് ചെയ്യേണ്ടത്. 7474ൻ്റെ 2 IC യൂസ് ചെയ്താൽ മതിയാകും ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടിയിട്ട്. ഒരു ICക്കകത്ത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഹാഫ് 7474 എന്ന് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് D0, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് D1, തേർഡിൻ്റെ D2 ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്ക് D3 എന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് പിന്നെ എന്തൊക്കെയാണുള്ളത്? Q0, Q1, Q2, Q3 ആണ് നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണാൻ പറ്റും. Q0, Q1, Q2, Q3. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 എന്നാണ്. സെക്കൻഡ് എന്താണ്? ആ 1 ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ ഓരോ ക്ലോക്കിലും ഷിഫ്റ്റ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? വീണ്ടും ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. നമ്മൾ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഒരു റിംഗ് പോലെ ആ ഒരു കൗണ്ടിങ് പ്രോസസ്സ് നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമ്മളായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ബാക്കി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട് വന്നിട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് പോവുക. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്കി 1000 എന്നുള്ള കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കുക. അവിടെയാണ് ക്ലിയർ പിന്നിൻ്റെയും പ്രീസെറ്റ് പിന്നിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രീസെറ്റ്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റ് ഒരു സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെന്തിനാണ്? ആ പ്രീസെറ്റ് സ്വിച്ച് നിങ്ങൾ 0-ലാക്കുകയാണെങ്കിൽ ഫസ്റ്റ് Q0 എന്നുള്ള ഔട്ട് 1 എന്നുള്ള കണ്ടീഷനിൽ സെറ്റായി നിൽക്കും. നമുക്കറിയാം പ്രീസെറ്റ് ഇൻപുട്ട് 0 ആക്കിയാൽ എല്ലാ ലൈറ്റും, അതായത് എല്ലാ ഔട്ട്പുട്ടും എന്താണ്? സെറ്റായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്തു. ബാക്കി നമുക്ക് എന്താണ്? 3 Q1, Q2, Q3 ഔട്ട്പുട്ട് നമുക്ക് ക്ലിയർ ചെയ്യണം. അതായത് 0 എന്നുള്ള കണ്ടീഷനിൽ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് നമുക്ക് ആ ക്ലിയർ പിന്നെ വരുന്ന Q1, Q2, Q3 ഔട്ട് നമുക്ക് 0 ആക്കാൻ വേണ്ടി ആ ഇൻപുട്ടുകളെ, ക്ലിയറിൻ്റെ ഇൻപുട്ടുകളെ ഷോർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻപുട്ട് സ്വിച്ചിൽ കണക്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് സ്വിച്ച് നമ്മൾ 0 എന്നുള്ള പൊസിഷനിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ഔട്ട് എന്ത് ചെയ്യും? 000 എന്ന് സെറ്റായി നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ നമ്മൾ +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും പ്രീസെറ്റുകൾ എന്ത് ചെയ്യുന്നു? ഒരു +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ പ്രീസെറ്റ് ക്ലിയർ കണക്ഷൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് റിംഗ് കൗണ്ടറിൻ്റെ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് 1000 എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലൂ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ബ്ലൂ പ്രീസെറ്റ് ആണ് ഇൻപുട്ട്, ബാക്കി ക്ലിയർ നമ്മൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്യണം. 7474ൻ്റെ ഒരു പിൻ ഔട്ട് ഡയഗ്രമാണിത്. ഒരു ICക്കകത്ത് നിങ്ങൾക്ക് 2 D ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണാൻ പറ്റും. അതിൻ്റെ ഓരോ പിന്നും ഏത് നമ്പറിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തേക്കുള്ള വീഡിയോസിൽ എങ്ങനെയാണ് പിൻ നമ്പർ മാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഇത് നമുക്ക് അത്രയും ക്ലിയറായിട്ട് സമയമെടുത്ത് പറഞ്ഞു പോവേണ്ട ഒരു കാര്യമല്ല. കുറേ വീഡിയോസിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലാകാത്തവർ എന്ത് ചെയ്യുക? അത് നോക്കുക. അപ്പം നമുക്ക് എന്താണ്? പിൻ ഔട്ട് ഡയഗ്രാം നോക്കി D0 എന്നുള്ള ഇൻപുട്ട് നമുക്കറിയാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ D0 എന്താണ്? സെക്കൻഡാണ്. സെക്കൻഡ് 2 എന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ പ്രീസെറ്റ് 4ാമത്തെ പിന്നാണ്. അതിൻ്റെ ക്ലിയർ എന്ന് പറയുന്നത് 1ാമത്തെ പിന്നും അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 5ാമത്തെ പിന്നും ആയിരിക്കും. അത് നമ്മൾ ആ പിൻ ഔട്ട് ഡയഗ്രത്തിൽ നോക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് പിൻ ഔട്ട് ഡയഗ്രം നോക്കി മാർക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നേരത്തുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വാച്ച് ചെയ്യുക. ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ D എവിടെയൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ അതിൻ്റെ പ്രീസെറ്റ് ക്ലിയർ
ക്യൂ ഔട്ട്പുട്ടൊക്കെ ഏത് പിന്നിലോട്ടാണ് പോയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ സെക്കൻഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആ നമ്പർ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഫസ്റ്റ് ഐ സി തന്നെയുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ അതിന് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എന്താണ് നമ്പർ ചെയ്യുന്നത്, അതിൻ്റെ D1 എന്ന് പറഞ്ഞാൽ 12th പിന്നായിരിക്കും. അതുപോലെ അതിൻ്റെ ക്ലിയർ പിന്നെ പ്രീസെറ്റൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിയർ എന്ന് പറയുന്നത് 13th പിന്നാണ്, 13 മാർക്ക് ചെയ്യണം. ആൻഡ് പ്രീസെറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് അത്രയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് പിന്നെന്ന് പറയുന്നത് 9 ആണ്. സോ അതും മാർക്ക് ചെയ്തു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് നമ്മൾ എന്താണോ നമ്പർ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം സെക്കൻഡ് നമ്മളൊരു ഐ സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനും വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഐ സി ആണ്. സെക്കൻഡ് ഐ സിയുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പോലത്തുള്ള സെയിം നമ്പർ നോക്കി മാർക്ക് ചെയ്യുക. നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് 3 ആയിരുന്നു, അത് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, 3 ആണ്. സോ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് 3 ആണ്. അതിൻ്റെ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ പിന്നും ക്ലിയർ 1ാമത്തെ പിന്നും ആയിരിക്കും. അതിൻ്റെ ഔട്ട് 5ാമത്തെ പിന്നായിരിക്കും. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി എന്താണ്, ലാസ്റ്റ് വണ്ണിന് നമ്മൾ ആ സെക്കൻഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അതേ നമ്പർ തന്നെ കൊടുത്താൽ മതി. അതിൻ്റെ ക്ലോക്ക് പിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, 11 ആയിരുന്നു അതിൻ്റെ ക്ലോക്ക് പിന്നെന്ന് പറയുന്നത്. സോ നമ്പർ നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നേരത്തെയുള്ള വീഡിയോസിൽ അത് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടി പറയുകയാണ്, അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, പിൻ നമ്പർ ചെയ്തു. പിൻ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നോക്കി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു റിംഗ് കൗണ്ടർ ചെയ്യുമ്പോൾ പ്രീസെറ്റ് ക്ലിയർ കണക്ഷൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. 2 7474 ഐ സി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ഫസ്റ്റ് ഇരിക്കുന്ന ഐ സിയിലും അടുത്ത് വരുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് സെക്കൻഡ് പ്ലേസ് ചെയ്തേക്കുന്ന ഐ സിയിലും ചെയ്യാം. അപ്പോൾ ആ 2 വീതമായിട്ട് ഓരോ ഐ സിക്കകത്തും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് കണക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഐ സിയുടെ VCC ഗ്രൗണ്ട്, VCC എന്താണ്, 7474ൻ്റെ VCC നമ്മുടെ മറ്റേ ബേസിക് ICCനെയൊക്കെ പോലെ തന്നെ അതിൻ്റെ VCC 14ാമത്തെ പിന്നും ഗ്രൗണ്ട്, VCC 14ാമത്തെ പിന്നും ഗ്രൗണ്ട് 7ാമത്തെ പിന്നും ആയിരിക്കും. അപ്പോൾ ഐ സി പ്ലേസ് ചെയ്യുന്ന ഉടൻ തന്നെ നമ്മുടെ സെക്യൂർ ഡയഗ്രത്തിനകത്ത് ആ VCC ഗ്രൗണ്ട് കണക്ഷൻ ഇല്ലാത്ത കാരണം നമ്മളത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യമേ VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യുക. 2 ഐ സിയുടെ 7th പിന്ന് ഗ്രൗണ്ടായത് കാരണം 2ൻ്റെ 7th പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ 14th പിന്നുകൾ 2 ഐ സിയുടെയും 14th പിന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, VCC കണക്ഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു ഐ സിക്ക് കൊടുക്കുകയാണെങ്കിൽ 2 ഐ സിക്കും കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു സിങ്ക്രണസ് കൗണ്ടറായിട്ടാണ് ഇത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലോക്ക് പിന്നുകൾ നമ്മൾ അറ്റ് എ ടൈം ഷോർട്ട് ചെയ്തിട്ട് അവിടെയാണ് ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് 2 ഫസ്റ്റ് ഐ സി, അടുത്തത് 2 സെക്കൻഡ് ഐ സിയിലാണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ക്ലോക്ക് കണക്ഷൻ ഉള്ളത് ചെയ്യാം. ഫസ്റ്റ് ഐ സിയുടെ 3യും ഫസ്റ്റ് ഐ സിയുടെ തന്നെ 11th പിന്നും ഷോർട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റിൻ്റെ 3യും ഫസ്റ്റിൻ്റെ 11ഉം മാർക്ക് ചെയ്തു. ഇനി എന്താണ്, ഫസ്റ്റിൻ്റെ 11ൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, സെക്കൻഡ് ഐ സിയുടെ 3യിലേക്ക് പോകുന്നുണ്ട്. ഇനി സെക്കൻഡ് ഐ സിയുടെ 311 ഷോർട്ട് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഐ സിയുടെ 3യും 11ഉം ഷോർട്ട് ചെയ്തിട്ട് ഇനി ഈ പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഷോർട്ട് ചെയ്ത പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും ക്ലോക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഐ സിയുടെയും ക്ലോക്ക് പിന്നുകളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലോക്ക് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ ചെയ്തു പോകുന്ന മുറയ്ക്ക് ടിക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കണക്ഷൻ വിട്ടുപോയെന്ന് കൺഫ്യൂഷനാവും. ഇനി നമുക്ക് നോക്കി ക്ലിയർ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 1ാമത്തെ പിന്ന് +5 വോൾട്ടിലേക്ക് കണക്റ്റ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ VCC എത്രാമത്തെ പിന്നിലാണ് കൊടുത്തേക്കുന്നത്, VCC ഒരു ഐ സി വർക്ക് ചെയ്യുന്നതിന് കൊടുത്തേക്കുന്ന VCC എന്ന് പറഞ്ഞാൽ +5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ആ പിന്നിലേക്ക് നമുക്ക് ഈ ക്ലിയറിൻ്റെ പിന്ന് കണക്ഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ
അങ്ങനെ കണക്ട് ചെയ്യും. നമുക്കറിയാം VCC എത്രാമത്തെ പിന്നാണ്? 14th പിന്നാണ്. അപ്പോൾ ആ 14th പിന്നിൽ ഓൾറെഡി നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ ആ പിന്നിലേക്ക് നമുക്ക് ഈ ക്ലിയറിൻ്റെ ഒന്നാമത്തെ പിന്നിനെ കണക്റ്റ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ പിന്ന്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒന്നാമത്തെ പിന്നും അതിൻ്റെ തന്നെ VCCയും കൂടി കണക്റ്റ് ചെയ്താൽ ആ കണക്ഷൻ ശരിയാകും. ഇനി ക്ലിയർ കണക്ഷൻ നോക്കിയേ. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 13 സെക്കൻഡ് വണ്ണിൻ്റെ 1ഉമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡ് വണ്ണിൻ്റെ 1ഉം 13ഉം തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ ചെയ്യുക. ഫസ്റ്റ് ICയുടെ 13ഉം സെക്കൻഡ് വണ്ണിൻ്റെ ഫസ്റ്റ് പിന്നും കൂടി കണക്ട് ചെയ്യുന്നു. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ ഫസ്റ്റ് പിന്നും അതിൻ്റെ തന്നെ സെയിം ICയിലെ 13th പിന്നും കൂടി ഷോർട്ട് ചെയ്യുക. ആ പോയിൻറ്റ്സിൽ എവിടെയെങ്കിലുമാണ് നമ്മൾ ഇനി എന്ത് കണക്ട് ചെയ്യേണ്ടത്? ഇൻപുട്ട് കിറ്റിൽ നിന്ന് കണക്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് സ്വിച്ച്. ആ ഒരു സ്വിച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണ് നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുക. ഇനി നോക്കി പ്രീസെറ്റ് കണക്ഷൻ. പ്രീസെറ്റിൽ ഒരു ഇൻപുട്ട് കണക്ട് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രീസെറ്റിൽ അതവിടെ കിടന്നോട്ടെ. നമുക്ക് എന്താണ് സെക്കൻഡ് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റുകൾ എവിടെ കൊടുക്കാൻ പോകുന്നുണ്ട്? +5 വോൾട്ടിൽ കൊടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. അപ്പം അത് നമുക്ക് കിറ്റിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ഇൻപുട്ട്, ആ ഒരു സ്വിച്ചാണ്, ഇൻപുട്ട് സ്വിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ്, നമുക്ക് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 10th പിന്നും 3ൻ്റെ 4th പിന്നും ഷോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താണ് അത് ചെയ്യാം. ഫസ്റ്റ് ICയുടെ തന്നെ 10th പിന്നും അതിൻ്റെ തന്നെ 4th പിന്നും കൂടി കണക്ട് ചെയ്യാം. സെക്കൻഡ് ICയുടെ 4th പിന്നും 10th പിന്നും കൂടി ഉള്ള കണക്ഷനും കൂടി ചെയ്ത് വയ്ക്കുക. ഓക്കെ, പ്രീസെറ്റിന് വേണ്ടിയിട്ട്, പ്രീസെറ്റ് നമുക്ക് +5 വോൾട്ടിൽ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രീസെറ്റ് കണക്ഷൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ലാസ്റ്റ് വണ്ണിൻ്റെ ഔട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വണ്ണിൻ്റെ ഔട്ടെന്ന് പറഞ്ഞാൽ അത് 9th പിന്നാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 9th പിന്നാണ്. 9th പിന്നിൽ നിന്ന്, അതായത് സെക്കൻഡ് ICയുടെ 9th പിന്നും ഫസ്റ്റ് വണ്ണിൻ്റെ സെക്കൻഡ് പിന്നും കൂടി ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ഉണ്ട്. അത് ചെയ്താലായിരിക്കും ഇത് റിംഗ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ ചെയ്യാം. സെക്കൻഡ് ICയുടെ 9th പിന്ന്, ഫസ്റ്റ് വണ്ണിൻ്റെ സെക്കൻഡ് പിന്ന്, അതൊരു ഫീഡ്ബാക്ക് കണക്ഷനായിരുന്നു. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് 5 ഫസ്റ്റിൻ്റെ തന്നെ 12th പിന്നിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ഫസ്റ്റിൻ്റെ 5 നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതോടൊപ്പം 5ൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? ആ സെയിം ICയുടെ തന്നെ 12th പിന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പം 12ഉം 5ഉം കൂടി കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ICയുടെ 9th പിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? സെക്കൻഡ് ICയുടെ സെക്കൻഡ് പിന്നിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ICയുടെ 9th പിന്നിൽ നിന്ന് സെക്കൻഡ് ICയുടെ ഏത് പിന്നാണ്? സെക്കൻഡ് പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണക്ഷൻസ് കുറേ പേർക്കെങ്കിലും നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ഒരു കണക്ഷൻ ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ICയുടെ 9th പിന്നും സെക്കൻഡ് വണ്ണിൻ്റെ സെക്കൻഡ് പിന്നും കൂടിയാണ് നമ്മളിപ്പോൾ ഷോർട്ട് ചെയ്തത്. ഇനി എന്താണ്, ഒരു കണക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ലീഡ്സൊക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ആയോ എന്ന് നോക്കുക. തൊട്ടടുത്തിരിക്കുന്ന ലീഡ്സുകളിൽ ടച്ച് ആകാതെ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്താണ്, നമ്മൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ തന്നെ 5th പിന്നും 12th പിന്നും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡിൻ്റെ 5th 12th കൂടി നമ്മൾ പിന്നുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, 5ഉം 12ഉം.
അത്രയായപ്പോഴേക്കും ആ ഒരു കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മൾ പ്രീസെറ്റ് ഫസ്റ്റ് 4ാമത്തെ പിന്നിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു കണക്ഷൻ മിസ്സാക്കിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പ്രീസെറ്റുകൾ ഷോർട്ട് ചെയ്ത കണക്ഷൻ +5 വോൾട്ടിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു നേരത്തെ. നോക്കി 10, 4, 10 ഷോർട്ട് ചെയ്തിട്ട് അതെങ്ങോട്ടേക്ക് പോകണം? +5 വോൾട്ടിലേക്ക് കൊടുക്കണമായിരുന്നു. +5 വോൾട്ട് ഓൾറെഡി എവിടെ പോകുന്നുണ്ട്? 2 ICയുടെയും 14ാമത്തെ പിന്നിൽ പോകുന്നുണ്ട്. സോ ഈ 10ൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ICയുടെ 14th പിന്നിൽ കൊടുക്കാം. എന്തിനാണ്? ആ ഒരു +5 വോൾട്ട് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയായപ്പോഴേക്കാണ് നമ്മുടെ ബ്രെഡ് ബോർഡിലെ കണക്ഷൻ ഓക്കെ ആയത്. ബ്രെഡ് കിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്ത് പോകണം. നമുക്കിനി Q0 ഔട്ട് എടുക്കണം. അത് എവിടെ നിന്ന് എടുക്കാം? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 5ൽ നിന്നോ 12ൽ നിന്നോ എടുക്കാം. അതുപോലെ Q1 എവിടെ നിന്ന് എടുക്കാം? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 9ൽ നിന്നോ സെക്കൻഡ് വണ്ണിൻ്റെ 2ൽ നിന്നോ കണക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ നോക്കി ചെയ്യുക. അതുപോലെ Q2 കണക്ട് ചെയ്യുക, Q3 കണക്ട് ചെയ്യുക. പ്രീസെറ്റ് ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അതുപോലെ ക്ലിയർ ഒരു ഇൻപുട്ടാണ്, അത് നമുക്ക് കണക്ട് ചെയ്യണം. VCC ഗ്രൗണ്ട് കണക്ഷൻസ് ചെയ്യണം. ഇപ്പം ഇത് ഓട്ടോമാറ്റിക് ക്ലോക്കാണ്. ഞാൻ ഓട്ടോമാറ്റിക് ക്ലോക്കിലാണ് ഇന്ന് കണക്ട് ചെയ്തേക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലോക്ക് ഫസ്റ്റ് ICയുടെ 3rd പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് കണക്ഷൻ ഫസ്റ്റിൻ്റെയോ സെക്കൻഡിൻ്റെയോ 7th പിന്നിൽ കണക്ട് ചെയ്യാം. VCC 14th പിന്നിൽ, ഫസ്റ്റ് വണ്ണിൻ്റെയോ സെക്കൻഡ് വണ്ണിൻ്റെയോ 14th പിന്നിൽ. ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ഇൻപുട്ടാണ്. ക്ലിയർ ഇൻപുട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4th പിന്നിൽ. നമുക്ക് ഫിഗർ നോക്കുമ്പോൾ കാണാം. പ്രീസെറ്റ് എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? പ്രീസെറ്റ് ഒരു ഇൻപുട്ടാണ്. അത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4th പിന്നിലേക്ക് കണക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ICയുടെ 4th പിന്നിലാണ് കണക്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്താണ്? നമുക്ക് ക്ലിയർ ഇൻപുട്ട് എവിടെയാണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 13 തൊട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 13ലാണ് അടുത്ത ഇൻപുട്ട് കൊടുത്തേക്കുന്നത്, ക്ലിയർ ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് ഓർമ്മ വേണം. ഇനി എന്താണ്? Q0 നമ്മൾ ഫസ്റ്റ് ICയുടെ തന്നെ 5th പിന്നിലും, Q1 ഫസ്റ്റിൻ്റെ തന്നെ 9th പിന്നിൽ, Q2 സെക്കൻഡിൻ്റെ 5ലും, Q3 സെക്കൻഡിൻ്റെ 9ലും കണക്റ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ടുകൾ ഞാൻ 0 പൊസിഷനിൽ പ്ലേസ് ചെയ്തേക്കുകയാണ്. കിറ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 1 0 0 0 എന്നുള്ള ഫസ്റ്റ് ഔട്ട്പുട്ട് കണ്ടീഷനിൽ സെറ്റായി നിൽക്കുകയാണ്. പ്രീസെറ്റ് 0 കൊടുത്തേക്കുന്നത്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മാത്രം പ്രീസെറ്റ് 0 കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഔട്ട് ഹൈ ആയി നിൽക്കുന്നത്. ബാക്കി 3 എണ്ണത്തിൻ്റെയും ഔട്ട്പുട്ട് നമ്മളെന്താണ്? ക്ലിയറിലാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് അത് ക്ലിയറായി നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ട് നമ്മൾ ഹൈ എന്നുള്ള പൊസിഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ റിംഗ് കൗണ്ടർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇത് ഒരു റിംഗ് പോലെ ആ 1 ഷിഫ്റ്റിംഗ് നടക്കുന്നത് കാണാം. ഞാൻ ഓട്ടോമാറ്റിക് ക്ലോക്കിൽ കൊടുത്തേക്കുന്നതിൻ്റെ കാരണം അതാണ്. നമുക്ക് മോണോപൾസറിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കായിട്ട് കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക് സ്വിച്ചിലാകുമ്പോഴേക്കും ഇങ്ങനെ റിംഗ് കൗണ്ടർ വർക്ക് ചെയ്ത് പോകുന്നത് കാണാം. ഇവിടെ പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ടിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ആ 2 സ്വിച്ചസും ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും 0 0 പൊസിഷനിലാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഹൈയിലാക്കി കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. 0 0 കണ്ടീഷനിൽ ഫസ്റ്റ് ഔട്ടായിട്ട് സെറ്റായി നിൽക്കും. അറ്റ് എ ടൈം നമുക്ക് പ്രീസെറ്റ് ക്ലിയർ ഹൈ ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഷിഫ്റ്റിങ് കാണാൻ പറ്റുന്നത്. അത് റിംഗ് പോലെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 2 ഇൻപുട്ടും നമ്മൾ അറ്റ് എ ടൈം ഹൈ പൊസിഷനിലാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് റിംഗ് കൗണ്ടിങ്
നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഇത്രയും ഈസി ആയിട്ട് നമുക്ക് റിംഗ് കൗണ്ടർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷനുള്ള സർക്യൂട്ടാണ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിംഗ് കൗണ്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീസെറ്റ് ക്ലിയർ കണക്ഷനാണ് എഗെയിൻ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് നോക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സർക്യൂട്ട്സിന്